ഡെമോക്ലസിന്റെ വാൾ എത്ര സുന്ദരമായ ശൈലി. പണ്ട് ഗ്രീക്കിലെ ഒരു രാജ്യത്ത് ഒരു രാജാവ് തന്റെ പ്രജകളുടെ ക്ഷേമത്തെക്കുറിച്ച് യാതൊരു ശ്രദ്ധയുമില്ലാതെ സുഖലോലുപരായി ജീവിതം നയിച്ചു പോന്നു. അങ്ങനെ ഇരിക്കെ ഡെമോക്ലസ് ആ രാജാവിനെ വിമർശിച്ചു. രാജാവിനെ വിമർശിച്ച ഡെമോക്ലസിനെ ഒരു പാഠം പഠിപ്പിക്കുന്നതിന് രാജാവ് തീരുമാനിച്ചു. അങ്ങനെ ഡെമോക്ലസിനെ തന്റെ സിംഹാസനത്തിൽ ഇരുത്തിയ ശേഷം അദ്ദേഹത്തിന്റെ തലയ്ക്ക് മുകളിൽ തലനാരിഴയിൽ ഒരു വാള് തൂക്കിയിട്ടു. ആ സിംഹാസനത്തിൽ ഇരുന്ന സമയം അത്രയും ഡെമോക്ലസ് ഈ വാളിനെ ഓർത്ത് ഭയന്നുകൊണ്ടേയിരിക്കുന്നു. ഡെമോക്ലസിന്റെ വാൾ എന്ന ശൈലി തന്നെ രൂപപ്പെടുത്തുന്നത് ഈ കഥയിൽ നിന്നാണ്. പക്ഷേ ആ ശൈലി കേരള ജനതയെ പഠിപ്പിച്ചത് അഡ്വക്കേറ്റ് റസൽ ജോയിയാണ്. കഴിഞ്ഞ 129 വർഷക്കാലമായി കേരള ജനതയുടെ തലയ്ക്കുമീതെ തൂങ്ങിക്കിടക്കുന്ന ഡെമോക്ലസിന്റെ വാളാണ് മുല്ലപ്പെരിയാർ. ഈ വിഷയത്തെ സംബന്ധിച്ച് അഡ്വക്കേറ്റ് റസൽ ജോയി ഒറ്റയാൾ പോരാട്ടങ്ങൾ നടത്തിയും അല്ലാതെയുമെല്ലാം ജനശ്രദ്ധ ആകർഷിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് അദ്ദേഹമാണ്. മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളൊന്നുമല്ല നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം. അത് മുല്ലപ്പെരിയാർ ഡാമിൻ്റെ വിഷയം തന്നെയാണ്. അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത്രേ ഉള്ളൂ, ഇത് വലിയ ഗഹനമായ വിഷയമൊന്നുമില്ല. ഡാമിന് 130 വർഷം പഴക്കമായി. മാക്സിമം 50 വയസ്സ് വരെയാണ് ഇത് നിർമ്മിച്ച എഞ്ചിനീയർ ഈ ഡാമിൻ്റെ കാലാവധി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ 50 വർഷം കഴിഞ്ഞ് വീണ്ടും 80 വർഷമായി. പിന്നെ ഈ ഡാം നിർമ്മിച്ചത് അന്നത്തെ ടെക്നോളജി ഉപയോഗിച്ചാണ്. മേസൺട്രി ഡാം എന്നാണ്. മേസൺട്രി എന്ന് വെച്ചാൽ നമ്മൾ കയ്യാല കെട്ടൂലേ, അതാണ് മേസൺട്രി ഡാം. അപ്പോൾ ഒരു കയ്യാല കെട്ടി വെള്ളം നിറച്ചു എന്ന് കരുതിയാൽ മതി. അപ്പോൾ അതിന് ഇച്ചിരി ബലം കിട്ടാൻ വേണ്ടി ചെയ്ത പണിയാണ് സുർക്കി എന്ന് പറയുന്ന ഒരു മിക്സ്ചർ, ഒരു കോൺക്രീറ്റ് എന്ന് കൂട്ടിക്കോ. കോൺക്രീറ്റ് ഉണ്ടാക്കി, സുർക്കി എന്ന് പറഞ്ഞൊരു കോൺക്രീറ്റ് ഉണ്ടാക്കി, അതുകൊണ്ടുണ്ടാക്കി. ഈ സുർക്കിയെക്കുറിച്ച് വലിയ കഥകളാണ് പറയണേ. പക്ഷേ സുർക്കി എന്താണെന്ന് ഈ ഡാം കൺസ്ട്രക്ട് ചെയ്ത എഞ്ചിനീയറിൻ്റെ അസിസ്റ്റൻറ്റ് ഡാം മാനുവലിൽ എഴുതി വെച്ചിട്ടുണ്ട്. സുർക്കി എന്ന് പറഞ്ഞാൽ ചുണ്ണാമ്പും മണലും വെള്ളവും കൂടി ചേർത്ത് ഒരു നിശ്ചിത ഊഷ്മാവിൽ ചൂടാക്കി ഒഴിച്ചതാണ്. അത്രയേ ഉള്ളൂ സംഭവം. ആ കോൺക്രീറ്റിൻ്റെ ഒരു സ്ട്രെങ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കോൺക്രീറ്റ് M30 ആണ്, ആ കോൺക്രീറ്റ് M5 ആണ്. ഇന്നത്തെ കോൺക്രീറ്റിൻ്റെ 1/6 സ്ട്രെങ്ത്ത് ആ സാധനത്തിനുള്ളൂ. അപ്പോൾ ഇതിനൊരു പ്രത്യേകത ഉണ്ട്. ലൈം ചുണ്ണാമ്പെന്ന് പറയുന്നത് വെള്ളവുമായിട്ട് റിയാക്ട് ചെയ്യും. വെള്ളവുമായിട്ട് റിയാക്ട് ചെയ്താൽ കാർബോണിക് ആസിഡ് ഉണ്ടാവും. കാർബോണിക് ആസിഡാണ്. ആ ആസിഡ് ഡാമിൻ്റെ ഭിത്തികളെ ദ്രവിപ്പിക്കും. 130 വർഷമായിട്ട് ഈ ആസിഡ് ഈ ഡാമിൻ്റെ ഭിത്തികളെ, കല്ലുകളെ ദ്രവിപ്പിച്ച് കല്ലെല്ലാം പൊടിഞ്ഞുപോയി. പൊടിഞ്ഞ ഒരു മേസൺട്രി, ഒരു കയ്യാലയുടെ മേലെയാണ് ഈ ഡാം ഉള്ളത്. ഇവിടെ കേരളത്തിൽ 84 ഡാംസ് ഉണ്ട്. 84 ഓരോ ഡാമും മുല്ലപ്പെരിയാർ ഡാം എന്ന് വെച്ചാൽ 64 സ്ക്വയർ കിലോമീറ്റർ സ്ഥലം വെള്ളം നിറച്ച് വെച്ചിരിക്കും. അപ്പം വെള്ളത്തിനൊരു മർദ്ദമുണ്ട് ഇല്ലേ, താഴേക്കൊരു മർദ്ദമുണ്ട്. ഇപ്പോൾ ഒരു ചെറിയ ബക്കറ്റിൽ എടുത്ത കുട്ടിയോട് പറഞ്ഞാൽ ഞാൻ എടുത്താൽ പൊങ്ങൂല എന്നാൻ പറയും. അപ്പോൾ വെള്ളത്തിന് നല്ല വെയിറ്റ് ഉണ്ട്. ഈ ജലമർദ്ദം ഭൂമിയുടെ അടിയിലേക്ക് 64 സ്ക്വയർ കിലോമീറ്റർ ഏരിയയിലുള്ള വെള്ളത്തിൻ്റെ മർദ്ദം ഭൂമിയുടെ അടിയിലേക്ക് വരുമ്പോൾ ഈ മണ്ണിൻ്റെ അടിയിൽ പാറയുടെ അടുക്കളുണ്ട്, ലെയേഴ്സ് ഓഫ് റോക്സ്. അതിങ്ങനെ തെന്നും. ഒരു സ്ഥലത്ത് ഇങ്ങനെ മർദ്ദം കേന്ദ്രീകരിക്കുമ്പോൾ മർദ്ദമില്ലാത്ത സ്ഥലത്തേക്ക് ഇതിങ്ങനെ തെന്നി മാറിപ്പോവും. അപ്പോൾ എല്ലാ ഡാമിൻ്റെ അടിയിലും വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട്. മുല്ലപ്പെരിയാർ ഡാമിൻ്റെയും ഇടുക്കി ഡാമിൻ്റെയും ഭൂതത്താൻകെട്ടിൻ്റെയും സകല ഡാമുകളുടെ അടിയിൽ വലിയ പൊത്തുകൾ രൂപപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ ഈ സ്വന്തം നാട് നമ്മൾ ഭൂകമ്പങ്ങളെക്കുറിച്ച് കേട്ടിട്ടില്ല. പ്രായമായവർ ഒട്ടും കേട്ടിട്ടില്ല. ഇപ്പോൾ പിള്ളേരൊക്കെ കുറച്ചൊക്കെ കേൾക്കുന്നുണ്ട്. പ്രായമായവർ കേരളത്തിൽ ഭൂകമ്പം ഉണ്ടായതിനെക്കുറിച്ച് കേട്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഡാം ഇൻഡ്യൂസ്ഡ് എർത്ത് ക്വൈക്സ് എന്നാണ് പറയുന്നത്. അതായത് ഡാം മൂലം നാടിലുണ്ടായ ഭൂകമ്പ സാധ്യത, ആ സാധ്യത നമ്മളെ ഞെട്ടിപ്പിക്കുന്നതാണ്. അതായത് കേരളം ഇപ്പോൾ 3rd സോണിലാണ്, റെഡ് സോൺ എന്ന് പറയും. ഇവിടെ എവിടെ വേണമെങ്കിലും റിക്ടർ സ്കെയിലിൽ 7 വരുന്ന മാഗ്നിറ്റ്യൂഡ്, 7 മാഗ്നിറ്റ്യൂഡ് തീവ്രത വരുന്ന ഭൂകമ്പം ഉണ്ടാകാം. 84 ഡാംസ് ഉണ്ടാക്കി വെച്ചതിൻ്റെ ശിക്ഷയാണ്. 84 ഡാംസ് ഉണ്ടാക്കി വെച്ചത് എന്തിനാണെന്ന് ചോദിച്ചാൽ
കോൺഗ്രസ്സുകാരെയൊക്കെ കുറ്റം പറയേണ്ടി വരും. ഒരു ഡാമെന്ന് പറഞ്ഞാൽ 2000-3000 കോടി രൂപയാണ് അതിൻ്റെ നിർമ്മാണ ചെലവ് വരുന്നത്. പകുതി പോക്കറ്റിൽ വയ്ക്കാം കേട്ടോ. അപ്പോൾ ഈ ഡാം ഉണ്ടാക്കുന്നത് എന്തിനാണ്? ഡാം ഉണ്ടാക്കി വെക്കുന്നത് നിങ്ങളപ്പം ചാടി കയറി പറയും വൈദ്യുതി അല്ലേ. ഇപ്പോൾ ഈ വെളിച്ചം കണ്ടോ, ഞാൻ 2 മാസം ജർമ്മനിയിലുണ്ടായിരുന്നു. ഞാൻ വിൻ്ററിൻ്റെ സമയത്ത് അവിടെ പോയത്. നട്ടുച്ച വരെ ഈ വെളിച്ചമാണ്, നട്ടുച്ച കഴിഞ്ഞാൽ പിന്നെ ഇരുട്ടാണ്. അപ്പോൾ ഈ വെളിച്ചത്തിൽ നിന്ന് അവർ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. അത് ഫോട്ടോ വോൾട്ടൈക് എന്ന ടെക്നോളജിയാണ്. ഈ വെളിച്ചത്തിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ 2 മാസം മുമ്പ് സർക്കാർ നമ്മളോട് പറഞ്ഞില്ലേ പുറത്തേക്ക് ഇറങ്ങരുത്, സൂര്യാഘാതം ഏൽക്കും. ദൈവനറിയാം, സൂര്യാഘാതം ഏൽക്കും. അപ്പോൾ അത്രമാത്രം വെളിച്ചവും ചൂടുമുള്ള ഈ കേരളത്തിൽ സോളാർ എനർജി വേണ്ട. എന്താണ് സോളാർ എനർജി പാനൽസ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വലുതൊന്നും കിട്ടാൻ പോകുന്നില്ല, ഒന്നും പോക്കറ്റിൽ തടയില്ല. മനസ്സിലായോ? അപ്പോൾ നമ്മുടെ ഒരു റിസോഴ്സസ് അബുണ്ടൻ്റായ ധാരാളമുള്ള ഒരു സോഴ്സ് നമ്മൾ ഉപയോഗിക്കുന്നില്ല, സോളാർ എനർജി. പിന്നെ ഒരു കാര്യമുണ്ട്, ഈ സോളാർ പാനൽസ് ഒന്നും കരയിൽ വെക്കണ്ട, കടലിൽ വെച്ചാൽ മതി. ഫ്ലോട്ടിംഗ് സോളാർ പാനൽസ് കരയിൽ വെച്ചാൽ മതി, അല്ല കടലിൽ വെച്ചാൽ മതി. പിന്നെ നമുക്ക് കാറ്റ് ഉപയോഗപ്പെടുത്താം. വിൻമിൽസ്, കാറ്റാടി യന്ത്രങ്ങൾ കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ നമുക്ക് തീരപ്രദേശങ്ങളിൽ വയ്ക്കാം. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ 2 കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് ഗാർഹിക ആവശ്യത്തിനും വ്യാവസായിക ആവശ്യത്തിനും വൈദ്യുതി കിട്ടി. ബാക്കിയുള്ളത് നമുക്ക് വിൽക്കാം, നമുക്ക് വിറ്റ് പണം ഉണ്ടാക്കാം. നമ്മുടെ നാട് എത്ര സമ്പന്നാവും നിങ്ങൾ ആലോചിക്കുക. എത്ര സമ്പന്നാവും നമ്മുടെ നാട്. അത് വേണ്ടാന്ന് വയ്ക്കുന്ന ഒരു നേതൃത്വമാണ് നമുക്ക് നിർഭാഗ്യവശാൽ കേരളത്തിലുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ ഡാംസിൻ്റെ മർദ്ദം കാരണം ഒട്ടും ഭൂകമ്പ സാധ്യതയില്ലാത്ത കേരളം ഇന്ന് അതിതീവ്ര ഭൂകമ്പ സാധ്യതയുള്ള പ്രദേശമാണ്. ഇപ്പോൾ ഞാനീ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും ഇവിടെ ഒരു ഭൂകമ്പം ഉണ്ടാവും. നമ്മൾ പുറത്തായതുകൊണ്ട് നമുക്ക് കാര്യമായിട്ടൊന്നും പറ്റില്ലായിരിക്കും. ഇത് തലയിലേക്ക് വീണാൽ പറ്റുന്നതേ നമുക്ക് പറ്റൂ. അകത്താണെങ്കിലോ ചിലപ്പോൾ കല്ലിൻ്റെ ഇടയിൽ ജീവനോടെ കിടക്കേണ്ടി വരും. ഈ ഭൂകമ്പം എന്ന് പറയണ പ്രശ്നം എന്ന് പറയണ അത്ര നിസ്സാരമല്ല. മരിച്ചാൽ പ്രശ്നമില്ല, ഭൂകമ്പം ഉണ്ടായി മരിച്ചു. ഈ ഭൂകമ്പം ഉണ്ടായിട്ട് 15 ദിവസം 2 ആഴ്ചയൊക്കെ മണ്ണിൻ്റെ അടിയിൽ കല്ലിൻ്റെ ഇടയിൽ ജീവനോടെ സുബോധത്തോടെ അനങ്ങാൻ പറ്റാത്ത ഒരവസ്ഥ നിങ്ങൾ ചിന്തിച്ച് നോക്ക്. നമ്മൾ സിക്കിമിൽ ഭൂകമ്പം നടക്കുമ്പോൾ, ജപ്പാനിൽ ഭൂകമ്പം നടക്കുമ്പോൾ അത് അവിടെയാണ്, നമ്മളെ ബാധിക്കുന്നില്ലല്ലോ. ഇപ്പോൾ ശാസ്ത്രം പറയുന്നത് നിങ്ങളെ ഏത് നിമിഷവും ബാധിക്കാമെന്നാണ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഭൂകമ്പം വന്നാൽ മരണപ്പെട്ട നമുക്ക് കുഴപ്പമില്ല, ബോധത്തോടെ കല്ലിൻ്റെ ഇടയിൽ കിടക്കുക. നമ്മൾ കണ്ടില്ലേ മുണ്ടക്കൈ, ചൂരൽമല. ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, ദുരന്ത നിവാരണം എന്ന് പറഞ്ഞാൽ എത്ര ദിവസം കൊണ്ട് നടത്തണമെന്നാണ് നിങ്ങളുടെയൊക്കെ വിചാരം? ദുരന്തം ഉണ്ടായി 24 മണിക്കൂറിനുള്ളിൽ ആ പരിപാടി അങ്ങ് തീർക്കണം. അതാണ് ദുരന്ത നിവാരണത്തിൻ്റെ ശാസ്ത്രം. ഒരാൾ മണ്ണിൻ്റെ അടിയിൽ കിടക്കാൻ എത്ര നേരം അയാൾക്ക് കിടക്കാൻ പറ്റും? കല്ലിൻ്റെയും മണ്ണിൻ്റെ അടിയിൽ ജീവനുണ്ടെങ്കിൽ. അപ്പോൾ 24 മണിക്കൂർ കൊണ്ട് തീർക്കേണ്ട ദുരന്ത നിവാരണം ഇന്നിപ്പോൾ 6ാമത്തെ ദിവസമായി. ഈ നാട്ടിൽ എന്ത് സുരക്ഷിതത്വ നമുക്കുള്ളത്? നമ്മൾ ആലോചിക്കണം. ഇത് മുണ്ടക്കയിൽ കുറച്ച് ആളുകൾക്ക് പറ്റി, ഞങ്ങൾക്ക് പറ്റിയില്ല എന്നല്ല നമ്മൾ ആലോചിക്കേണ്ടത്. ഇത് നമ്മുടെ പ്രശ്നമാണ്. നാളെ ഇവിടെ സംഭവിച്ചാലും ഇതൊക്കെ തന്നെ. നമ്മൾ 5-6 ദിവസം ചിലപ്പോൾ ജീവനോടെ മണ്ണിൻ്റെ അടി കിടക്കേണ്ടി വരും. എനിക്ക് വളരെ കഷ്ടം തോന്നി. മുണ്ടക്കയിൽ ഒരു വീട്, ഇതുപോലെ ഒരു ടെറസ് വീട്, അതിൻ്റെ ഉള്ളിൽ ചുറ്റും മണ്ണ് മൂടി, ടെറസും മൂടി, വീടും മൂടി മണ്ണ്. എന്നിട്ട് ഞാൻ നോക്കുമ്പം അതിൻ്റെ മുകളിലെ ടെറസ് പൊട്ടിക്കുകയാണ്. എങ്ങനെയാണ് പൊട്ടിക്കണേന്നറിയോ? കൂടം എടുത്തുകൊണ്ട് നിന്നിട്ട്. ഏത് ലോകത്താണ് നമ്മൾ ജീവിച്ചിരിക്കണമെന്ന് തന്നെ അറിയിക്കണം. കൂടം എന്ന് പറഞ്ഞ സാധനം കണ്ടുപിടിച്ചിട്ട് 5000 വർഷമായി.
5000 അല്ല, മെറ്റൽ ഏജിലാണ് കണ്ടുപിടിച്ചത്. ക്രിസ്തുവിനൊക്കെ മുമ്പ് വളരെയധികം വർഷങ്ങൾക്ക് മുമ്പ്, കറക്റ്റായിട്ട് എനിക്ക് അറിഞ്ഞുകൂടെ, ചിലപ്പോൾ എനിക്കറിയായിരിക്കും. മെറ്റൽ കണ്ടുപിടിച്ചത് വളരെ വർഷങ്ങൾക്ക് മുമ്പാണ്. ചുരുങ്ങിയത് 5000 കൂട്ടിയോ. ആ സാധനം കൊണ്ടുവന്നിട്ടാണ് അവിടെ കോൺക്രീറ്റ് പൊട്ടിക്കാൻ പോകണേ. അപ്പോൾ അത് ആലോചിച്ച് ചിലപ്പോൾ അടി കിടക്കണമെന്ന് ചാവും. ഇവർ എന്ന് പൊട്ടിച്ച് ഞങ്ങളെ രക്ഷപ്പെടുത്തുമെന്ന് വിചാരിച്ചിട്ട്. അതായത് അപകടമുണ്ടായാൽ, ദുരന്തമുണ്ടായാൽ നമ്മളവിടെ കിടക്കും. സംവിധാനങ്ങൾ വരുമ്പോഴേക്കും നമ്മുടെ ജീവൻ പോയിട്ടുണ്ടാവും. ഞാൻ പറയണത് അതല്ല ദുരന്ത നിവാരണം, അതൊരു സയൻസാണ്. ആ സയൻസ് ഇന്ത്യയിലില്ല. ദുരന്ത നിവാരണം, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ബിസിനസ് മാനേജ്മെൻറ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതുപോലെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഒരു സയൻസാണ്. ആ സയൻസ് ഇന്ത്യയിലില്ല. അതാണ് പ്രശ്നം. ഇവിടെ 24 മണിക്കൂറിനകം ദുരന്ത നിവാരണം നടക്കുന്ന ഒരു സംവിധാനമില്ല. ട്രെയിൻഡ് ആൾക്കാരുണ്ടോ? ഇത് എങ്ങനെയാണ് ദുരന്ത നിവാരണം നടത്തേണ്ടത്? എൻ്റെ ഒരു അപകടത്തിൽപ്പെട്ട ഒരാൾ കിടക്കാണ്, അസ്ഥി ഒടിഞ്ഞു. അയാളെ സൂക്ഷിച്ച് എടുത്തില്ലെങ്കിൽ ബാക്കിയുള്ള അസ്ഥിയും കൂടി ഒടിയും. മനസ്സിലായോ? അപ്പോൾ അയാളുടെ ആ അവസ്ഥ കണ്ടിട്ട് അയാളെ എങ്ങനെയാണ് ലിഫ്റ്റ് ചെയ്യണമെന്ന് വരെ പഠിക്കണം. നമ്മൾ ഓടിച്ചെന്ന് വാരി കൂട്ടുമ്പോഴേക്കും ഇവൻ്റെ അസ്ഥി ചങ്കി കയറി ഇവ ചാവും. അതാണ് ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ പരിശീലനം സിദ്ധിച്ച ട്രെയിൻഡ് ആൾക്കാരില്ല. വൈകുന്നേരം ആയപ്പോൾ മുണ്ടക്കൈയിൽ പണി നിർത്തിപ്പോയി. ഇതന്നെ തച്ചിന് പണി. രാവിലെ മുതൽ നമ്മളിവിടെ തൊഴിലാളികളൊക്കെ വന്ന് 5 മണി വരെ പടുത്ത് ഗുഡ് ബൈ പറഞ്ഞ് ശമ്പളം മേടിച്ച് പോകുന്ന പരിപാടിയാണോ ഇത്? ഇരുട്ട് വീണ അവിടെ ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് ഇല്ല, രക്ഷാപ്രവർത്തനം ഇല്ല. കാരണം പറയണത് എന്താണ്? വെളിച്ചമില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഫ്ലാഷ് ലൈറ്റ് ഇല്ലേ? ഇരുട്ടിൽ അടിച്ചു നോക്കാനായിട്ട് ഫ്ലാഷ് ലൈറ്റ് ഇല്ലേ? അക്സാ ബൾബ്സ് എന്ന് പറയും. അക്സാ ബൾബില്ലേ? വെളിച്ചമില്ലേ? എന്താ? സംവിധാനങ്ങളില്ല. ഓടി അങ്ങോട്ട് ചെല്ലാൻ പറ്റൂല എന്ന് അദ്ദേഹം പറഞ്ഞു. ബെയിലി ബ്രിഡ്ജ് വേണ്ടേ? ബെയിലി ബ്രിഡ്ജ് ഒരു ദുരന്തം ഉണ്ടായാൽ ഇമ്മീഡിയറ്റ്ലി കൊണ്ടുവന്ന് സ്ഥാപിക്കുന്ന പാലാണത്. അതൊക്കെ മണിക്കൂറിനുള്ളിൽ പാലം റെഡിയാവും. അതിന് ട്രെയിൻഡ് ആൾക്കാർ വേണം. ആർമി ഉണ്ടാക്കി എപ്പോഴാ? 2 ദിവസം കഴിഞ്ഞ്. അതോടുകൂടി ചാവാനുള്ളവനൊക്കെ ചത്ത്. ഈ സംവിധാനം സംസ്ഥാന സർക്കാരിന് ഉണ്ടാവണം. ഇന്നും മുണ്ടക്കൈയിലാണെങ്കിൽ നാളെ കാണിനാട്ടിലാവാം. മനസ്സിലായോ? അപ്പോൾ അവിടെ സംഭവിച്ചു, ഞങ്ങൾക്ക് പ്രശ്നമില്ലാന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് നിരർത്ഥകമാണ്. അവരുടെ പ്രശ്നം നമ്മുടെ പ്രശ്നമാണ്. ഇനിയിപ്പം മുണ്ടക്കൈയിലല്ല, ജപ്പാനിൽ സംഭവിച്ചാലും മനുഷ്യൻ എവിടെയുണ്ടോ അവർക്കുണ്ടാകുന്ന ദുരന്തങ്ങളൊക്കെ അവരുടേത് മാത്രമല്ല, നമ്മുടേതുമാണ്. അപ്പോൾ ഇതൊക്കെ ഉണ്ടാകാത്തത് എന്താണ്? കേരളത്തിൻ്റെ തീരപ്രദേശത്ത് കിടക്കുന്ന കരിമണൽ മാത്രം മതി. ഇതാ ചേച്ചിയെ പോലെയുള്ളവർക്ക് 10,000 രൂപ മാസം പെൻഷൻ കൊടുക്കാൻ. 10,000 രൂപ, 10,000 ആക്കണ്ട, 25,000 രൂപ കൊടുക്കാൻ കേരളത്തിൻ്റെ തീരപ്രദേശത്തുള്ള കരിമണൽ മാത്രം മതി. ഈ കരിമണൽ രാഷ്ട്രീയമല്ലാട്ടോ പറയണേ. ഈ കരിമണൽ കുറച്ച് ആളുകളുടെ പോക്കറ്റിലേക്ക് സമ്പാദ്യമായിട്ട് പോകുന്നു. അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞാൽ അത് രാഷ്ട്രീയമാവും. ഇത് അതിനുള്ളൊരു വേദി അല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. കുറച്ച് ആളുകളുടെ സമ്പത്ത് വർദ്ധിപ്പിക്കാനായിട്ടാണ് നമ്മുടെ നാടിൻ്റെ റിസോഴ്സസ്, അതായത് എനിക്കും നിങ്ങളുടെ എല്ലാം പോക്കറ്റിലേക്ക് വരേണ്ട കരിമണലിൻ്റെ പണം കുറച്ച് ആളുകളിലേക്ക് പോകും. നമുക്ക് വരുന്നില്ല, ഖജനാവിൽ വരുന്നില്ല കരിമണൽ. പിന്നെ നമുക്ക് എന്താ ഉള്ളത്? കരിമണൽ പോലെ വലിയ പണം നൽകുന്ന ഒരു സംഭവം കല്ല്. നമ്മുടെ നാട് മുഴുവൻ കുഴിച്ച് കല്ലെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിൻ്റെ ഒരു 5 രൂപ കിട്ടിയിട്ടുണ്ടോ? ഇത് ആരുടെ സമ്പത്താണ്? നമ്മുടെ സമ്പത്താണ്. ഇവിടെ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 5000 ക്വാറി കേരളത്തിൽ പെർമിറ്റ് കൊടുത്തിരിക്കുന്നു. 38,863 സ്ക്വയർ കിലോമീറ്ററുള്ള കേരളത്തിലാണത്. ഇത് തമിഴ്നാടല്ല, ഇത് ആന്ധ്രയല്ല, കർണാടക അല്ല. ആകെപ്പാടെ ഒരു തേങ്ങാപ്പൂള് പോലെയുള്ള സ്ഥലമേ ഉള്ളൂ. ഒരു വശത്ത് സഹ്യപർവ്വതം, മറുവശത്ത് കടൽ, അതിൻ്റെ ഇടയിൽ തേങ്ങാപ്പൂള് പോലെ ഒരു സ്ഥലം. 38,863 സ്ക്വയർ കിലോമീറ്റർ ഉള്ളൂ. അവിടെ
കുഴിച്ച് മൊത്തം കുഴികളാണ്. ആ ഏറി നിന്ന് നോക്കിയാൽ കാണാം. ഈ ഞാൻ സുപ്രീം കോടതിയിൽ ഇടയ്ക്കിടയ്ക്ക് പോകുന്നതുകൊണ്ട് എനിക്കറിയാം. ഡൽഹിയിൽ നിന്ന് ഫ്ലൈറ്റ് കയറി നെടുമ്പാശ്ശേരി ഇറങ്ങാൻ നേരത്ത് ഈ ഫ്ലൈറ്റ് ഇങ്ങനെ വട്ടമിട്ട് കറങ്ങും കുറച്ച് നേരം. എത്ര കുഴികളാണെന്നറിയോ? എത്ര കുഴികളാണ്. നമ്മുടെ മക്കൾക്ക് കിട്ടേണ്ട സമ്പത്ത് ഒരു കൂട്ടം ആൾക്കാർ എടുത്തോണ്ട് പോകുന്നു. കോടികളാണ്. ഒരു കോറി എന്ന് പറയുന്ന കോറി നടത്തുന്ന മുതലാളിക്ക്, രാഷ്ട്രീയക്കാർ അതിൻ്റെ പകുതി മേടിച്ചുകൊണ്ട് പോകും. ഒരു കോറി നടത്തുന്ന മുതലാളിക്ക് അതൊരു നിധിയാണ്. ആരുടെ നിധി? നമ്മുടെയാണ്. എന്തുകൊണ്ട് സർക്കാർ കോറി നടത്തുന്നില്ല? ഡയറക്റ്റ് സർക്കാർ കുഴിക്കട്ടെ. സർക്കാർ കുഴിച്ച് കല്ലെടുത്ത് വരുമാനം ഖജനാവിൽ വരട്ടെ. ഈ 25,000 പെൻഷൻ നമുക്ക് 50,000 ആക്കാമല്ലോ. അപ്പം ഞാനിവിടെ നിർത്താണ്. നിങ്ങളുടെ ഈ പ്രതികരണശേഷി, ഈ പ്രതികരണം ഇവിടെ നിർത്തരുത്. സകല അനീതികൾക്കും അധർമ്മങ്ങൾക്കും ഈ പ്രകൃതിക്കെതിരെയുള്ള കയ്യേറ്റങ്ങൾക്കും എതിരെ ശക്തമായ പ്രതികരണം നിങ്ങളുടെ ഭാഗത്തുനിന്ന് തുടർന്നും ഉണ്ടാകണം എന്ന് മാത്രം ഞാൻ ഈ അവസരത്തിൽ അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു.